പലപ്പോഴും നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്ന് ചിരിച്ച് 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 ജീവിക്കുന്നതാണ് സ്നേഹം എന്ന് വിചാരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്നേഹം എന്ന് പറയുന്നത് ഈ ചിരിയൊന്നും അല്ല, സപ്പോർട്ടാണ്. നമ്മളുടെ ഈ ഹാപ്പി മൊമെന്റ്സ് കേൾക്കാനായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചുറ്റും ആൾക്കാരുണ്ടാവും. പക്ഷെ റിയൽ ആയിട്ട് നമ്മളൊരു പെയിൻ വന്ന് നമ്മൾ പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കണുണ്ടെങ്കിൽ അതാണ് ഈ റിയൽ ലവ് എന്ന് പറയുന്നത്. പലപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പോലും കിട്ടൂല. അതാണ് ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിഴല് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ മാത്രം. രണ്ടാമത്തെ കാര്യം എന്താണ്, ട്രൂ ലവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ലൈഫിൽ ഏറ്റവും പ്രശ്നത്തിൽ പെട്ട് കിടക്കുമ്പോ ചിലപ്പോൾ നമുക്ക് കാശുണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല, എന്തും നമുക്ക് സംഭവിക്കാം. കാര്യം എന്താ, ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എമർജൻസീസ് വന്നത് ആരോടും ചോദിച്ചിട്ടോ ഇതൊന്നും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ നിലകൊള്ളണമെങ്കിൽ വേൾഡ് മുഴുവൻ ചിലപ്പോൾ നമ്മളെ തെറി പറഞ്ഞ് ഒറ്റയ്ക്കാക്കി പോണ്ടാവും. പക്ഷെ ഇവര് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കണുണ്ടെങ്കിൽ അതാണ് ട്രൂ ലവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാരും നമ്മുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു കണ്ണീരില് ആ കണ്ണീരൊന്ന് ഒപ്പാനായിട്ട് ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ആ പരാജയത്തില് ഒന്ന് തോളോട് ചേർത്തിട്ട് പോട്ടടാന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ലവ് ആണെങ്കിൽ എന്താ സംഭവിക്കണേ, അത് ഡിമാൻഡ് ചെയ്യണത് പെർഫെക്ഷൻ അല്ല. അതിന് റിയൽ ആയിട്ട് വേണ്ടത് എന്താണ്, പ്രസൻസ് ആണ്, അവൈലബിലിറ്റി ആണ്, മനസ്സിലാക്കുന്ന ഒരു ഹൃദയമാണ്. ഈ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളുടെയും പരിഹാരമാവാനായിട്ട് പലർക്കും പറ്റും. അപ്പൊ ഈ റിയൽ ലവിനെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോമിസ് കൊണ്ടല്ല, അവൈലബിലിറ്റിയും പ്രസൻസും കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ റിയൽ ലവ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്.